എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങളൊന്നും മലയാള മാധ്യമങ്ങളൊന്നും അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വാർത്തയ്ക്ക് കൊടുത്തു കണ്ടില്ല. പക്ഷേ നാഷണൽ ന്യൂസ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ന്യൂസ് ആണെങ്കിലും വലിയ ഹെഡ്ലൈൻസ് ആയിരുന്നു, വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ട്രംപിനെ പറ്റി തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപിന് നേരെ വീണ്ടും ഒരു കൊലപാതക ശ്രമം ഉണ്ടായിരിക്കുകയാണ്. ഒരു വെടിവെപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ 2024 ഒരു വലിയ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ മലയാളത്തിലൊരു പ്രയോഗം പറയാറുണ്ട്, തലനാരിഴയ്ക്കല്ലേ. കറക്റ്റ് അങ്ങനെയായിരുന്നു ട്രംപ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു ഷൂട്ടർ നല്ല ദൂരെ നിന്ന് വെടിവെക്കുകയാണ്. ട്രംപ് ആ പ്രസംഗത്തിനിടയിൽ ജസ്റ്റ് ഒന്ന് തലയിങ്ങനെ വെട്ടിക്കുകയാണ്. അപ്പോൾ മുഖത്ത് കൊണ്ടുപോകേണ്ടത് ചെവി കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു ആ വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ തലയൊന്നിങ്ങനെ ആ സംസാരത്തിനിടെ നമ്മളിങ്ങനെ തിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് മാത്രം ചെവി കൊണ്ടുപോയത് കൊണ്ടായിരുന്നു രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, വാഷിങ്ടണിലെ വൈറ്റ് ഹൗസ്, ട്രംപിൻ്റെ ഓഫീസും വലിയൊരു സമുച്ചയമാണ്. അതിൻ്റെ അടുത്തുള്ളൊരു ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ട് ട്രംപ് ഒരു ഡിന്നർ പാർട്ടി അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് നടക്കുന്നത്, അല്ലാതെ 1ാം നിലയിലോ 2ാം നിലയൊന്നുമല്ല. അതിൻ്റെ ബേസ്മെൻറ്റ് ഉണ്ടല്ലോ, അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെ ഒരു ബോൾ റൂം ഉണ്ട്. അവിടെ ഈവൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ട്രംപ് ഉണ്ട്, ട്രംപിൻ്റെ വൈഫുണ്ട്, വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്, മറ്റ് ഹയർ ഒഫീഷ്യൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടിയുടെ സെക്യൂരിറ്റി എത്രത്തോളമാണ് നമുക്ക് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ അല്ലേ. അവിടെ ഒരു സാധാരണക്കാരൻ തോക്കും കത്തിയും ഒക്കെ ആയിട്ട് വന്നിട്ട്, ഒരുപാട് കത്തി ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ, അതോടൊപ്പം തന്നെ ഷോട്ട് ഗണ്ണുകൾ ഉണ്ടായിരുന്നു. ഇതുമായിട്ട് തുരുതുര വെടിവെച്ച് ട്രംപിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ട്രംപ് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ട്രംപിനെ രക്ഷിക്കാൻ ശ്രമിക്കുമല്ലോ, സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടല്ലോ, കൊണ്ടുപോകുന്ന വഴിക്ക് ട്രംപ് നിലത്ത് വീഴുകയാണ്, അതും വീഡിയോയിൽ പതിയുകയാണ്. അങ്ങനെ വലിയ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ട്രംപിൻ്റെ സെക്യൂരിറ്റി സർവീസിലുള്ള ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യുകയാണ്. അയാളുടെ പേര് കോൾ അലൻ തോമസ്. 31 വയസ്സുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. നമ്മുടെ നാട്ടിലെ ഒരു IIT ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രത്തോളം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ ലെക്ചറായിട്ട്, പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ അവിടുത്തെ FBI ഒക്കെ പൊക്കിയിട്ടുള്ളത്. അയാൾ എന്തിനാണിത് ചെയ്തത്? അതായത് ഈ അലൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം, ട്രംപിനെയൊക്കെ വെടിവെക്കാൻ ശ്രമിച്ചാൽ പിന്നെ ജീവിതം തീർന്നു, കുറേ നാൾ ജയിലിലും കിടക്കാം, പിന്നെ ആകെ നശിച്ചു അമേരിക്കൻ ഗവൺമെൻറ്, പിന്നെ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അറിയാവുന്നൊരു സംഭവം തന്നെയാണ്. എന്നിട്ടും ഇതിനെന്തിനാണ് മുതിർന്നത്? അതിനപ്പുറത്തേക്ക് വലിയൊരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇറാനുമായിട്ട് ഇപ്പോൾ പ്രശ്നത്തിലാണ്. മാത്രമല്ല ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ എന്നോട് ഡയറക്റ്റ് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എന്നെ തട്ടിക്കളയാൻ അവരൊരു പ്ലാൻ ഇടുന്നുണ്ടെന്ന് ട്രംപ് ഡയറക്റ്റായിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ പെൻറ്റഗണും ഈ കാര്യം പറയുകയാണ്. എന്തായാലും ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് എവിടെ വെച്ചാണ് നടന്നത്? എങ്ങനെയാണ് ഈ ഒരു അക്രമി ഇത്രയും വലിയ സെക്യൂരിറ്റി? അതായത് ട്രംപ് പറയുന്നത് എന്താണ്? അമേരിക്ക ലോകത്തിൻ്റെ ഭയങ്കര സംഭവമാണ്, ഏറ്റവും പവർഫുള്ളാണ്, ഇതാണ്. ആ ഒരു സ്വന്തം രാജ്യത്തെ സെക്യൂരിറ്റിയെ പോലും മറികടന്ന് ഈ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒരു സാധാരണക്കാരൻ വന്ന് വെടിവെച്ചിടാൻ പോവുകയാണ്. എന്നിട്ട് ബെഞ്ചിൻ്റെ അടിയിൽ ഒളിക്കേണ്ടി വരികയാണ് ട്രംപിന്. ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പോസ്റ്റ് പവർഫുൾ ആൾക്കാരുണ്ടല്ലോ, ജീവന് വേണ്ടി അവിടുന്ന് എടുത്തോടുകയാണ്. ഇതൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ട്രംപ് തന്നെ ആസൂത്രണം ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോൺസ്പിറസിയും അവിടെ ഇൻ്റർനെറ്റിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫീഡിലേക്ക്, യൂട്യൂബിലേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതം നല്ല നല്ല വീഡിയോസ്, എൻ്റെ മാത്രമല്ല ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തൊരിടവും പൂർണ്ണമായിട്ട് പ്രവചനാതീതമല്ല. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. ഇത്രയും ഉയർന്ന തലത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണെന്ന് കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അനിശ്ചിതത്വങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ മാത്രം അവസാനിക്കുന്നില്ല. വീട്ടുചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, EMI-കൾ, ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവയ്ക്കെല്ലാം നമ്മുടെ കുടുംബം നമ്മളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മളുടെ കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നു പോകാതിരിക്കാൻ ഇതൊരു സുരക്ഷാ വലയമായിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ ജീവിതത്തിലെ റിസ്കുകൾ മാത്രമല്ല നമ്മളുടെ മുന്നിലുള്ള അനിശ്ചിതത്വം. പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമോ അപകടമോ ശസ്ത്രക്രിയയോ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുകൾക്ക് കാരണമായേക്കാമല്ലേ. ഇത് നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള സമ്പാദ്യത്തെയും സാമ്പത്തിക പദ്ധതികളെയും തകിടം മറിക്കും. ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. വലിയ ചികിത്സാ ചെലവുകൾ ഇത് ഏറ്റെടുക്കുകയും നമ്മളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ലഭ്യമായ ടാക്സ് ബെനിഫിറ്റുകൾക്ക് പുറമെ ഇന്ന് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും മുമ്പത്തേക്കാളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. പ്രതിമാസം ഏകദേശം $700 മുതൽ
മുതൽ 1000 രൂപ വരെയുള്ള തുകയിൽ ഈ 2 സുരക്ഷയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്കിലും ഓൺലൈനിൽ തിരയുമ്പോൾ നൂറുകണക്കിന് കമ്പനികളും പ്ലാനുകളും കാണുന്നത് പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കും. ഏതാണ് ശരിയായ പ്ലാൻ എന്നും തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ടുള്ള അഡ്വൈസിന് ഞാൻ ഡിറ്റോ ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. സെറോദയുടെ പിന്തുണയുള്ള ഇവർക്ക് 10 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുടെ വിശ്വാസവും ഗൂഗിളിൽ 4.9 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ഏകദേശം 50,000-ലധികം ആളുകൾ ഇവരുടെ സൗജന്യ ഇൻഷുറൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ഇതിനോടകം തന്നെ പങ്കെടുത്തു കഴിഞ്ഞു. ഓരോ ദിവസവും 60 മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന 2 ദിവസത്തെ ലൈവ് സീരീസ് ആണിത്. എല്ലാ ആഴ്ചയും വെബിനാർ നടക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് ലിമിറ്റഡ് ആണ്. അതിനാൽ ടൈം ഇൻഷുറൻസിനെ കുറിച്ചോ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചോ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി ഈ മാസ്റ്റർ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യൂ. എന്തായാലും സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ ഈ വൈറ്റ് ഹൗസിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഹിൽട്ടൺ ഹോട്ടൽ. ഇവിടെ വെച്ചിട്ട് ഒരു ഡിന്നർ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഡിന്നർ പാർട്ടി നടത്തുന്നത് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ആരാന്ന് നോക്കുവാണെങ്കിൽ WHC എന്ന് പറയും, വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ആണ്. ഇതെന്താണ് സംഭവം നോക്കുവാണെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ഇവർ വൈറ്റ് ഹൗസിനെ റെപ്രസെന്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പ്രമുഖമായിട്ടുള്ള ഒരുപാട് ന്യൂസിന്റെ ഏതെങ്കിലും 1-2 വ്യക്തികളൊക്കെ ഈ ഒരു അസോസിയേഷനിൽ കാണാം. ഇവർ വൈറ്റ് ഹൗസിലായിരിക്കും തങ്ങുന്നത്. പുറത്തുള്ളവരും ഉണ്ട് കേട്ടോ. എന്തായാലും ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അനൗൺസ്മെൻറ്റ്, അവിടെയുള്ള മറ്റ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ നയങ്ങൾ, ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കണമല്ലോ. അതാണ് ഇവർ ചെയ്യുന്ന കാര്യം. ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ രാഷ്ട്രപതി ഭവൻ എടുക്കുക. ചുമ്മാ ഏതെങ്കിലും ചാനലിൻ്റെ ആർക്കെങ്കിലും ഒന്നും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ധാരാളം ഓൺലൈൻ ചാനൽസ് ഉണ്ടല്ലേ, മീഡിയ എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ പച്ചക്കോയിലിൻ്റെ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. മറിച്ച് രാഷ്ട്രപതി ഭവൻ കൃത്യമായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ള ചില വ്യക്തികളുണ്ട്. ഏതെങ്കിലും ചാനലിലെ 1-2 വ്യക്തികൾക്ക് വീതം അനുവാദം കൊടുത്തിട്ടുണ്ടാകും. അവർക്ക് അവിടെ തങ്ങാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ലോകത്തോട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ രാഷ്ട്രപതിക്ക് ഒരു മീഡിയമാണ്. ആ ഒരു പ്രവർത്തകരോട് മാത്രം പറഞ്ഞാൽ മതി, ഒരു കോൺഫറൻസ് പോലെ അവർ ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ, അതായത് വൈറ്റ് ഹൗസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് WHCA എന്നുള്ളത്. ഇപ്പോൾ ഒസാമ ബിൻ ലാദനെ അമേരിക്ക കൊന്ന വാർത്തയുണ്ടല്ലോ. അപ്പോഴെന്താ ചെയ്യുക, അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള ബറാക് ഒബാമ ഈ ഒരു കോൺഫറൻസ് വിളിക്കും. ഇവർ അവിടെ എത്തും, ആ ഒരു റൂമിലെത്തും, ഇവർ അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അവർ ലോകത്തോട് വിളിച്ച് പറയും ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഈ WHCA എല്ലാ വർഷവും ഒരു ഡിന്നർ പാർട്ടി വയ്ക്കാറുണ്ട്. ഒരുപാട് ഈവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ അകത്ത് പല അമേരിക്കൻ പ്രസിഡൻറ്റും പങ്കെടുക്കാറുണ്ട്. മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. ഒരുപാട് കോമഡി സ്കിറ്റും കാര്യങ്ങളും സ്റ്റാൻഡപ്പ് കോമഡിയും മറ്റ് ഷോസും ഒക്കെ ഉണ്ടാകാറുണ്ട്. നല്ലൊരു അടിപൊളി ഈവൻ്റാണ് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ട്രംപിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രംപ് ഇന്നേ വരെ ഈ പരിപാടിക്ക് പോയിട്ടില്ല. കാരണം ട്രംപിന് അവിടുത്തെ മാധ്യമങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിനെ സംസാരിക്കാം. എന്തൊക്കെയായാലും ട്രംപ് ചരിത്രത്തിലാദ്യമായിട്ട് ഈ ഒരു പരിപാടിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവരോടുള്ള പ്രശ്നങ്ങളും നീരസങ്ങളൊക്കെ മറന്ന് എന്നാൽ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് എഗ്രി ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് ഹിൽട്ടൺ ഹോട്ടൽ വെച്ചിട്ടാണ്, വൈറ്റ് ഹൗസിന് അടുത്തുള്ള ഹിൽട്ടൺ ഹോട്ടൽ. ഈ ഹിൽട്ടൺ ഹോട്ടലിൽ ഒരു കുപ്രസിദ്ധി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് എന്തെന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടുന്നത് തന്നെ റീഗൻ ഹിൽട്ടൺ എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ മുൻ പ്രസിഡന്റായിട്ടുള്ള റൊണാൾഡ് റീഗൻ ഉണ്ടല്ലോ, റൊണാൾഡ് റീഗന് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, ഒരു കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ട്. വെടിവെക്കുക തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മേത്ത് തറഞ്ഞു കയറി കുറച്ച് ഗുരുതരമായിട്ട് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മരണപ്പെട്ടൊന്നുമില്ല, അദ്ദേഹം റിക്കവറായി വന്നു. അപ്പോൾ ആ ഒരു കുപ്രസിദ്ധി ഉള്ളൊരു ഹോട്ടലാണിത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ താജ് ഹോട്ടൽ ഒരുപാടുണ്ട് ഇന്ത്യയിലുടനീളം, മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ താജ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്താണ്, മുംബൈ താജ് ഹോട്ടലും മുംബൈ ഭീകരാക്രമണമായിരുന്നു അല്ലേ. പാകിസ്ഥാനി തീവ്രവാദികൾ അജ്മൽ കസബിനെ മുന്നിൽ നിർത്തി നടത്തിയ വലിയൊരു ആക്രമണമായിരുന്നു അതല്ലേ. അപ്പോൾ താജ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഈ ഒരു സംഭവം വരാറുണ്ട്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ഈ ഹിൽട്ടൺ ഹോട്ടൽ, ഈ വൈറ്റ് ഹൗസിനടുത്തുള്ള ഹിൽട്ടൺ ഹോട്ടൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് സ്പ്രെഡിങ് തന്നെയുണ്ട്. അതായത് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെയുള്ള ഒരു അന്ധവിശ്വാസം പോലെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വരത്തൂല. അങ്ങനത്തെ ഒരു സംഭവം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ട്രംപ് ഇത്തവണ അവിടെ പോകാൻ തീരുമാനിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു പുള്ളി നേരത്തെ ഒന്നും അവിടെ പോകത്തില്ലായിരുന്നു. കാരണം മാധ്യമങ്ങളുമായിട്ടുള്ള പ്രശ്നമാണ്. മറ്റ് പ്രസിഡന്റുമാർ പലവണയൊക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ട്രംപ് പോകാത്തതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങളുണ്ടല്ലോ, വൈറ്റ് ഹൗസിനെ റെപ്രസെന്റ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ അവരുടെ കമ്പനി ഏത് മാധ്യമമാണോ അത് പലപ്പോഴും ട്രംപിനെ മോശമായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. എന്തായാലും ട്രംപ് വിചാരിക്കുകയാണ് എന്തായാലും നമ്മളുടെ ഇമേജൊക്കെ ഒന്ന് കുറഞ്ഞു, ഇനി ഇവരെ കൂട്ടുപിടിച്ച് തന്നെ ഇവരെ വെച്ച് തന്നെ ഇമേജ് ഒന്ന് നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഈ ഒരു ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഭയങ്കര മോശമാണ് ട്രംപിൻ്റെ ഒരു ഇമേജ്, താഴെ പോയി. അതിൻ്റെ പോപ്പുലാരിറ്റി സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ട്രംപ് അങ്ങനെ ഉദ്ദേശിച്ച് കാണാം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഒന്ന് വെളുപ്പിച്ച് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാകാം ഒരു പക്ഷേ ട്രംപ് പോയിട്ട് ഉണ്ടാകുക. അങ്ങനെ എന്തായാലും ട്രംപ് തൻ്റെ വൈഫായിട്ടുള്ള മെലാനിയ ട്രംപിനെയൊക്കെ കൂട്ടി, മറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ട്, JD വാൻസ് ഉണ്ട്, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ നടത്തുന്ന ഡിന്നർ പാർട്ടിയിൽ
പോവുകയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിലാണ്. ഒരു ബോൾ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആഘോഷം നടത്താനുള്ള ഈവൻറ്റ് നടത്താനുള്ള റൂമാണ് മെയിനായിട്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനും താഴത്ത് അണ്ടർഗ്രൗണ്ടില്ലേ, അവിടെയാണ് ഈ ഫ്ലോർ ഉള്ളത്. അപ്പോൾ നമ്മുടെ പല സംശയം എന്തെന്നാൽ ഇത്രയും സെക്യൂരിറ്റിയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ഒരു അക്രമി എങ്ങനെ ഓടിക്കേറി വന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും അല്ലേ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അക്രമിയായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, 31 വയസ്സുകാരൻ കോൾ അലൻ തോമസ്, ഇയാൾ ആ ഹോട്ടലിൽ 2 ദിവസം മുമ്പ് തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലൻ മനസ്സിലാക്കി ട്രംപ് ഇവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ട് 2-3 ദിവസം മുമ്പേ ഈ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. എന്തായാലും ഈ മീറ്റിങ്ങിലേക്ക് വരാം. അത് തുടങ്ങി എല്ലാവരും ഒരു ആമുഖം പറയുമല്ലോ, അത് പറഞ്ഞ് സീറ്റിലേക്ക് ഇരുന്നതും പെട്ടെന്ന് ഠേഠേ എന്നുള്ള അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ട്രംപ് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പാത്രം നിലത്ത് വീഴുന്നത് പോലത്തെ ഒച്ചയായിരുന്നു ആദ്യം കേട്ടിട്ടുള്ളത് എന്നതാണ്. എന്തായാലും അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി അതൊരു വെടിവെപ്പാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ ട്രംപ് പേടിച്ചരണ്ട് ഈ ഡെസ്ക് ഉണ്ടല്ലോ, ഡെസ്കിനടിയിലേക്ക് കുനിയുകയാണ്. JD വാൻസിനെ പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവിടെ നിന്ന് തള്ളിക്കൊണ്ട് പോവുകയാണ്. ബാക്കിയുള്ള ട്രംപിൻ്റെ വൈഫും ഇവരൊക്കെ എടുത്തോടുകയാണ്. ട്രംപ് ബെഞ്ചിനടിയിൽ കുറച്ച് ഒരു 5-6 സെക്കൻഡ് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം തന്നെ ട്രംപിൻ്റെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ട്രംപിനെ അവിടെ നിന്ന് വന്ന് ഇയാൾ വിറച്ചിരിക്കുകയാണല്ലോ, പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പൊക്കിക്കൊണ്ടുപോകുമ്പോൾ വീണു, കാല് തെറ്റി താഴത്ത് വീഴുകയാണ്. അതിനുശേഷം വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ്. മറ്റൊരുപാട് പേര് ഓടുന്നു. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം അത് ഗൺ ഷോട്ടും വൈലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് പ്രശ്നമാക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ട്വിറ്റർ എക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കാണാവുന്നതാണ്. എന്തായാലും മെയിനായിട്ട് ഒരുപാട് പേര് ട്രോളാൻ ഉപയോഗിച്ചത് ട്രംപ് ഇത്രയും ധൈര്യശാലിയാണെന്നൊക്കെ പറയുന്ന ട്രംപ് ദേ പേടിച്ച് നിലത്ത് ബെഞ്ചിനടി കയറിയിരിക്കുന്നു, ബെഞ്ചല്ല ഡെസ്കിനടി കയറിയിരിക്കുന്നു, ഉരുണ്ട് വീഴുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. പക്ഷേ വീഡിയോ പോരുമ്പോൾ ഒരു കവർ എടുക്കുക എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപകടം എന്തെങ്കിലും സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയരക്ഷാർത്ഥം നമ്മൾ ഇതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കോൾ അലൻ തോമസ് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പുള്ളി അവിടെ റൂം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സെക്യൂരിറ്റി സർവീസ് ഉണ്ടല്ലോ, അവർക്ക് പറ്റിയൊരു പാളിച്ച എന്തെന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെ അകത്തോട്ട് കയറ്റി വിടില്ല. പക്ഷേ ഇവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്തെന്നാൽ, ഹോട്ടൽ ഗസ്റ്റുകൾ അവിടെ ഉള്ളവരാണല്ലോ, അവർ പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല, അവിടെ ഓൾറെഡി ഉള്ളവരാണ്. അങ്ങനെ കുറച്ച് പേര് അവിടെ ഉണ്ട് എന്നൊരു കാര്യം പോലും അവർ ചിന്തിച്ചില്ല. മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് ഈസിലി ഈ ഒരു ബേസ്മെൻറ്റ് ആ ഒരു പരിപാടി നടക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ അതിലേക്ക് കയറി വരാമെന്നും അവർ ചിന്തിച്ചില്ല. എന്ത് സെക്യൂരിറ്റി സർവീസാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ അലൻ തോമസ് ഉണ്ടല്ലോ, കോൾ അലൻ തോമസ് ഉണ്ടല്ലോ, ഒരു ജാക്കറ്റ് പോലത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിറച്ച് കത്തി, വലുതും ചെറുതും അങ്ങനെ ഒരുപാട് കത്തിയൊക്കെ മേത്ത് ഷർട്ടിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഷോട്ട് ഗണ്ണ് പോലുള്ള ഗണ്ണുമായിട്ട് വെടിവെച്ചുകൊണ്ട് ഓടിയാണ് വരുന്നത്. ഓക്കെ, അല്ലാതെ അവിടെ വന്നിട്ട് തന്ത്രപരമായിട്ട് ഒളിഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്യാമെന്നൊന്നുമല്ല, ഒരു ഭ്രാന്തനെ പോലെ വെടിവെച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഓടി വരുന്ന വഴിക്കുണ്ടല്ലോ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇയാളെ തടയുകയാണ്. അപ്പോൾ ഒരാൾക്ക് വെടിവെക്കുകയാണ് ആ സെക്യൂരിറ്റി ഓഫീസറിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കീഴ്പ്പെടുത്തി അവിടെ നിലത്തിടുകയാണ്. പക്ഷേ ആ ഒരു ഓഫീസറിന് നമ്മുടെ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, വെസ്റ്റ്, അതുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇഞ്ചറി ഒന്നും പറ്റിയില്ല. ആ ഒരു ജാക്കറ്റ് അത് മൊത്തം താങ്ങുകയാണ്. എന്തായാലും ഇയാളെ കീഴ്പ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ മേത്ത് പരിശോധിച്ചപ്പോൾ മൊത്തം ഇങ്ങനെ ഷർട്ടെ തൊടുമ്പോൾ തന്നെ കത്തിയൊക്കെ തടയുകയാണ്. അതുകൊണ്ട് അയാളുടെ ഷർട്ടൊക്കെ ഊരി, അങ്ങനത്തെ ഒരു ഫോട്ടോ ആയിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഷർട്ടിൻ്റെ അകത്ത് നിന്ന് ഈ പല വലുപ്പത്തിലുള്ള കത്തിയും, നമ്മളുടെ ഒരു സ്ലാങ്ങി പറയുവാണെങ്കിൽ മലപ്പുറം കത്തിയും അമ്പും വില്ലും ഒക്കെ കണ്ടെടുക്കുകയാണ്. ഇയാളുടെ ഗണ്ണും ഒക്കെ സീസ് ചെയ്യുകയാണ്. കാരണം ഷർട്ട് ഊരാതെ രക്ഷയില്ല, ഇയാളുടെ ഷർട്ടിൻ്റെ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് ബാക്കി നടപടികളൊക്കെ അവിടുത്തെ FBI കൈക്കൊള്ളുകയാണ്. ഇയാളുടെ വീടൊക്കെ ചവിട്ടിപ്പൊളിച്ച് ഇയാളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണ്. ഇയാളെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുകയാണ്. കാരണം എന്ത് മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സ്ക്രീനിങ് ഒക്കെ ആവശ്യമാണല്ലേ, അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പരിശോധിച്ച് വന്നപ്പോൾ മനസ്സിലായത്, നേരത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നത് ഇയാൾ ഇറാൻ്റെ ആളാണ്, ഇറാൻ പറഞ്ഞു വിട്ടതാണ്, ഈവൻ ഇസ്രയേലിൻ്റെ ഏജൻ്റ് ആണെന്ന് വരെ ഒരു ചർച്ചയും കോൺസ്പിറസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറില്ല. ഇവിടെ MLA മന്ത്രിയൊക്കെ നമ്മുടെ നാട്ടിലും വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അതുപോലത്തെ ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് അമേരിക്കയിൽ പ്രധാനമായിട്ടും 2 പാർട്ടികളാണുള്ളത്, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. ഇപ്പോൾ ട്രംപ് ഉള്ളത് ഡെമോക്രാറ്റ് എന്ന് പറയുന്ന പാർട്ടിയിലാണ്. ഇനി ഈ കോളറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു വെടിവെച്ച ആളുണ്ടല്ലോ, ഇയാൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള ആളാണ്. ഇയാളാണ് പാർട്ടി വിരോധം, രാഷ്ട്രീയമായിട്ടുള്ളൊരു പകയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചിന്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഈ ഒരു രാഷ്ട്രീയ പകപോക്കലായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുള്ളത്
എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ട്രംപിന് ഇപ്പോൾ ലോകമെമ്പാട് നിന്നും വലിയ ഹെയ്റ്റാണ് ഉയരുന്നതല്ലേ. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ട്രംപിനെതിരായിട്ട് ഒരുപാട് സംസാരിച്ചു. കാരണം പുള്ളിയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. പുള്ളിക്ക് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല, എല്ലാ ചർച്ചകൾ നടത്താമെന്ന് പറയാം, അവസാനം പിന്മാറാൻ. ഇപ്പോൾ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞായിരുന്നു. അതായത് ഇറാനെ വീണ്ടും ചർച്ചയ്ക്കെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് വിളിക്കുകയാണ്. ഇറാൻ്റെ പ്രതിനിധികളൊക്കെ പാകിസ്ഥാനിൽ എത്തുകയാണ്. അവസാന നിമിഷം ട്രംപ് പറയുകയാണ്, ഞങ്ങളുടെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരുന്നില്ല. പോകാൻ തയ്യാറായി വിമാനത്തിൽ കയറാൻ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരോട് പറയുകയാണ് നിങ്ങൾ പോകണ്ട, നമ്മളത് ക്യാൻസൽ ചെയ്തു എന്ന്. ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അമേരിക്കയിലെ യുവജനങ്ങൾക്കും മറ്റൊരുപാട് ജനങ്ങൾക്കും രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ഒരുപാട് ഹെയ്റ്റ് വിത്തിൻ ദ കൺട്രി തന്നെ ഉണ്ടാകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിംഗ് റാലിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഒരുപാട് പേരെ കൊന്നൊടുക്കിയതിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ഏകദേശം 80 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ബാനറും ട്രംപിന് ചെരുപ്പുമാല എണീച്ചും ട്രംപിൻ്റെ വായിക്കൂടെ ഇങ്ങനെ ചെരുപ്പുമാല എടുക്കുന്ന വീഡിയോസ് കാണാൻ പറ്റും, ഒരു പാവയുടെ, ട്രംപിൻ്റെ പാവയുടെ. അപ്പോൾ അത്രയും വലിയ പ്രതിഷേധം അവർ നടത്തുകയാണ്. നോക്കിംഗ് റാലി എന്നായിരുന്നു അതിൻ്റെ ബാനറും അവർ പേരിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളാരും രാജാവല്ല, ആരും രാജാവും നിങ്ങൾ ലോകത്തിന് തന്ത ചമയാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ അവിടുത്തെ ജനങ്ങളടക്കം പറയുകയാണ്. അപ്പോൾ ഈ സംഭവത്തെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കേവലം ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു നീതികേട് കൂടിയാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഇപ്പോൾ ട്രംപിനെ അവിടുത്തെ ആൾക്കാർ എതിർക്കുന്നത്. അപ്പോഴിത് അവിടെയുള്ള ജനങ്ങളുടെ ഒരു അമർഷമുണ്ടല്ലോ ട്രംപിനോട്, എല്ലാത്തിനും അതീതമായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സംഭവം വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തൊരു പ്രശ്നത്തെപ്പറ്റി പ്രതികരിക്കുമ്പോൾ നീ മറ്റേ പാർട്ടി അല്ലേടാ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കറക്റ്റാണോ? അല്ല, കൃത്യമായിട്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഞാൻ കൊലപാതകം എന്നുള്ള സംഭവത്തിലേക്കല്ല കേട്ടോ പറഞ്ഞത്. മറിച്ച് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഒന്നിനും ഒരു പരിഹാരമാകില്ല. നമുക്ക് ഒരു ഭരണാധികാരിയെ ഇഷ്ടമല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അടുത്തവണ അയാൾക്ക് വോട്ട് ചെയ്യാതിരിക്കുക, അയാളുടെ പാർട്ടിയെ തോൽപ്പിക്കുക, ഇതല്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ വോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു പാർട്ടി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിമയായിട്ട് നിൽക്കാതെ ജനാധിപത്യവും വോട്ടിംഗ് എന്നൊക്കെയുള്ളത് എക്കാലത്തും ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്ക്, അത് കൊലപാതക കേസിലെ പ്രതികളടക്കം ഉണ്ടായിരുന്നു കേരളത്തിൽ ഈ ഇലക്ഷൻ അല്ലേ, അവർക്ക് പോലും വോട്ടങ്ങോട്ട് കുത്തിക്കൊടുത്തേക്കാം, കാരണം നമ്മുടെ പാർട്ടിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആ ഒരു വിഭാഗം തന്നെയാണ് പ്രശ്നമെന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ നല്ല വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുക. അങ്ങനെ നല്ല വ്യക്തികൾ കൂടുമ്പോൾ അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആരാണെങ്കിലും ഭരിച്ചാലും നല്ലതായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ അടിമത്തം എന്നുള്ളതിന് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വിലങ്ങുതടിയായി വരാറുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വോട്ട് ചെയ്ത് താഴെ ഇറക്കിക്കൂടെ എന്ന്. പക്ഷേ മറുഭാഗത്ത് ഈ അടിമകൾ നിൽക്കുകയല്ലേ, എങ്ങനെയാണ് നമ്മൾ കുറച്ച് പേര് വിചാരിച്ചാൽ ഇവരെ താഴെ ഇറക്കുന്നത്? അതും ഒരു പ്രശ്നം തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ്, കാര്യങ്ങളൊക്കെ നടപടിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഗ്രാജുവേറ്റ് ആയ ആളാണ്. ഇയാൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് വേറൊരു സ്കൂളിലോ കോളേജിലോ മറ്റോ. അപ്പോൾ ഇയാളുടെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, അത്രത്തോളം നോളജബിൾ ആയിട്ടുള്ള അറിവുള്ള ഒരു ഇൻ്റലക്ച്വൽ ബുദ്ധിജീവി ടൈപ്പ് ഓഫ് ആളാണ് എന്നൊക്കെയാണല്ലേ. പക്ഷേ എന്തിനാണ് ചെയ്തത്? ആ ഒരു സമയത്തെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ, പക്ഷേ ആ സമയത്തെന്നും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് 2-3 ദിവസം മുമ്പ് റൂമെടുത്ത് ഷർട്ടിൻ്റെ അകത്ത് മൊത്തം പലതരത്തിലുള്ള കത്തിയും ഗണ്ണും ഒക്കെ ഒപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. അമേരിക്കയിൽ പലപ്പോഴും സ്കൂളുകളിൽ വെടിവെപ്പ് ഉണ്ടാകാറുണ്ട്. അമേരിക്കയിൽ ഈ ഒരു ഗൺ കൾച്ചർ ഭയങ്കര പ്രശ്നമാണ്. കൊച്ചു കുട്ടികളടക്കം സ്കൂളിലേക്ക് കയറി വെടിവെക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് നോക്കി, ഇവിടെ ചെറുപ്പക്കാർക്കിടയിൽ അക്രമങ്ങൾ കൂടി വരുന്നത് ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ചുമ്മാ പണ്ടൊക്കെ ആണെങ്കിൽ 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളായിരുന്നു. ഇപ്പോൾ നേരെ അരയിലിരിക്കുന്ന കത്തിയെടുത്ത് മറ്റവൻ്റെ വയറ്റിലേക്ക് കയറ്റിയേക്കുകയാണ്. കത്തിയായിട്ടാണ് കൊച്ചു പിള്ളേരടക്കം ഇവിടെ നടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുമായിരിക്കാം, പക്ഷേ ഇത് സത്യമാണ്. നിങ്ങൾ തന്നെ എത്രത്തോളം കേസുകൾ കണ്ട്, ഒരുത്തനെ ബാറിൻ്റെ ഫ്രണ്ടിലിട്ട് ഒരു ചേട്ടനും അനിയനും കൂടി ഇടിച്ചിടിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ആ കൊല്ലപ്പെട്ടവനാരാണ്? ഇവർ വേറെ ഒരാളുമായിട്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിടിച്ചു മാറ്റാൻ വന്നവനാണ് ഇവർ വന്നത്. എങ്ങനെയെങ്കിലും ഇനി ആരെങ്കിലും തമ്മിത്തല്ലെന്ന് കണ്ടാൽ ഇടപെടാൻ പോവുകയില്ല. വലിയൊരു ഭീകരാവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് പാകപ്പിഴ പറ്റുന്നത്? ഈ മയക്കുമരുന്നിൻ്റെ അതിപ്രസരമാണോ എന്നൊക്കെ പരിശോധിച്ച് അതിന് കൃത്യമായിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന തോക്കിൻ്റെ അതിപ്രസരമായിരിക്കും ഒരു പക്ഷേ. ഇവിടെ ഇതൊക്കെ വരാവുന്നേ ഉള്ളൂ, സംഭവിക്കില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ ട്രംപിൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഒരുപാട് അസാസിനേഷൻ അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ 2024 ജൂലൈയിൽ നടന്നിട്ടുള്ള പെൻസിൽവാനിയയിൽ നടന്നിട്ടുള്ള ആ ഒരു ആക്രമണമായിരുന്നല്ലേ. അത് ട്രംപ് പ്രസംഗത്തിനിടയിൽ നമ്മൾ തല ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിക്കും. അത് വെട്ടിച്ചുകൊണ്ട് മാത്രമേ ഈ ചെവിയെ തട്ടിപ്പോയി. ചെവി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു.
ഒരു കാര്യം നിങ്ങളിപ്പോൾ ചിന്തിക്കുമോ, മരണപ്പെട്ടതാണെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമുക്ക് അക്രമത്തിലൂടെ അല്ലല്ലോ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടത്. അക്രമം ഒന്നിനും ഒരു പരിഹാരമാകത്തില്ല. ട്രംപ് പോയി കഴിഞ്ഞാൽ അതിലും മോശപ്പെട്ട ഒരാൾ ഒരു പക്ഷേ അവിടെ വരും. അത് വേണോ? വേണ്ട. നമുക്ക് കൃത്യമായിട്ട് നിയമ സംവിധാനത്തിലൂടെ വോട്ടിങ്ങിലൂടെ മാറ്റണം. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ചെറുപ്പക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമയായി നിന്ന് അവർക്ക് ജീവിതകാലം മൊത്തം കുത്തിക്കൊടുക്കാതെ ഒരു വ്യക്തിയെ നോക്കി വിലയിരുത്തിയിട്ട് വോട്ടിംഗ് ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിച്ചാൽ മാറിമറിയാവുന്നതേ ഉള്ളൂ നമ്മളുടെ നാട്ടിലെ എല്ലാ സാഹചര്യവും. ഇതാദ്യം മനസ്സിലാക്കുക. എങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത ഭരണാധികാരികളെ താഴെ ഇറക്കാനും നല്ല ചുറുചുറുക്കുള്ള നല്ല ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഭരണാധികാരികളെ ഭരണത്തിലേറ്റാനും നമുക്ക് സാധിക്കും. പക്ഷെ അതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ അടിമകളാണ്. എന്തായാലും ഈ സംഭവത്തിന് തൊട്ട് പുറമേ തന്നെ ട്രംപ് തൻ്റെ സോഷ്യൽ ട്രൂത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോസ്റ്റ് ഇടുകയാണ്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, നമ്മളുടെ സെക്യൂരിറ്റി സർവീസ് അയാളെ കീഴ്പ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ 30 മിനിറ്റിനുള്ളിൽ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുമെന്നും പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു മീഡിയ കോൺഫറൻസ് വെച്ചിട്ട് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങളെ കൊല്ലാൻ എന്നുള്ളത് തന്നെയായിരുന്നു? അപ്പോൾ ട്രംപ് പറയുന്നുണ്ട്, ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഒതുങ്ങി കേട്ടോ. അതിനപ്പുറത്തേക്ക് പിന്നീട് വാർത്തകൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അതിനെപ്പറ്റിയുള്ള റെസ്പോണ്ടും കാര്യങ്ങളൊന്നും അധികമില്ലായിരുന്നു. കേവലം ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ലേബലിലേക്ക് ആ ഒരു വിഷയത്തെ ഒതുക്കിക്കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ സംസാരിക്കാം നമുക്കതിനെ പറ്റിയിട്ട്. എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡിറ്റോ ഇൻഷുറൻസിൻ്റെ 2 ഡേ മാസ്റ്റർ ക്ലാസ്സിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും 60 മിനിറ്റ് വീതം 2 ദിവസമാണ് വരുന്നത്. എന്തായാലും അതിൽ ജോയിൻ ചെയ്യാൻ കംപ്ലീറ്റ് ഫ്രീ ആണ്, സൗജന്യമാണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, സൗജന്യമാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.